ഹായ് ഓൾ, ഞാൻ റീസെൻ്റ്ലി ഖത്തർ പ്രൊമെട്രിക് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അൽഹംദുലില്ലാ പാസ്സായി. എനിക്ക് എക്സാം വിചാരിച്ചതിലും ഈസി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഫാർമക്കോളജി നോൺ ഫാർമക്കോളജി രണ്ട് പോർഷൻസിൽ നിന്നും ഏകദേശം ഈക്വലായിട്ട് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. കാൽക്കുലേഷൻസ് അറൗണ്ട് 10 കാൽക്കുലേഷൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഈസി ആയിട്ട് കിട്ടുന്ന ടൈപ്പ് കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടഫായിട്ടുള്ള കാൽക്കുലേഷൻസും ഇൻക്ലൂഡഡ് ആയിരുന്നു. സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അറൗണ്ട് 3 to 5 ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പഠിച്ചു തുടങ്ങിയത് തന്നെ സാറിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സസ് കേട്ടിട്ടാണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ഞാൻ കേൾക്കുന്നതിനൊപ്പം തന്നെ മെറ്റീരിയലും ഒരു വട്ടം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മെയ് ഫയൽ, നൾ ഫയൽ, ഓറിയോൺ ഫയൽ, യെല്ലോ ഫയൽ ഇതൊക്കെ നോക്കി തുടങ്ങിയത്. അപ്പോൾ ഫയൽസ് നോക്കിയതിന് ശേഷമാണ് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നത്. സോ അത് ക്ലിയർ ചെയ്ത് തരാൻ ചിന്നു മാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാൻ. പിന്നെ ടൈം മാനേജ്മെൻറ്റും അധികം ഒരു പ്രോബ്ലമായി തോന്നിയില്ല. കാരണം 150 ക്വസ്റ്റ്യൻസിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 1 hour എടുത്തുള്ളൂ. അറൗണ്ട് 45 minutes 1 hour കൊണ്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് പോയി. ബാക്കി നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ്, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പിന്നെ കാൽക്കുലേഷൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ മാർക്ക് ചെയ്ത് പോയാലും മതി. അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സാർ പ്രൊവൈഡ് ചെയ്ത മെറ്റീരിയൽ, റെക്കോർഡഡ് ക്ലാസ്സസ്, പിന്നെ ഫയൽസ് പ്രൊവൈഡ് ചെയ്ത ഫയൽസും കെമിസ്ട്രി ഫയലും നല്ലപോലെ നോക്കാം. എക്സാമിന് ഒരു 1 week മുമ്പെങ്കിലും മെറ്റീരിയൽ ഒന്നും കൂടി നോക്കുന്നത് നന്നായിരിക്കും. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിച്ച് പോകരുത്. അത് ചിലപ്പോൾ വരാം, വരാതിരിക്കാം. കാൽക്കുലേഷൻ പോർഷൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോവാൻ നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും. എനിക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസും ലോങ് കേസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമുക്ക് നല്ല ഡൗട്ടുള്ള തീരെ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അതും കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ച് ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അറിയാത്ത ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി ഒന്ന് നല്ല രീതിയിൽ വായിച്ചിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാ പോർഷൻസും കവർ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ടഫായിട്ട് തോന്നുന്ന പോർഷൻസ് ഉണ്ടാവും. അത് നമ്മൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. നമുക്ക് എക്സാമിന് അത് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം അത് ബേസിലെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യനെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എനിക്ക് എക്സാം പാസ്സാവാൻ ഹെൽപ്പ് ചെയ്ത ആൻറ്റോ സർ, ചിന്നു മാം, അതേപോലെ തന്നെ ഒരു പരിചയവും ഇല്ലാതെ തന്നെ കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്ന ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പിലെ എല്ലാവർക്കും താങ്ക് യു.